നാടക വിവർത്തനം. നാടക വിവർത്തനത്തിൽ വിവർത്തകൻ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒന്നാമതായി, നാടകം എഴുതിയ കൃതിക്കാണോ ആവിഷ്കാരത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത്? നാടകം എഴുത്തുരൂപത്തിൽ ഒരു പൂർണ്ണ വസ്തുവാണെങ്കിലും അത് പൂർണ്ണത നേടുന്നത് അവതരിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ ഈ രൂപത്തെ സാഹിത്യമായി കാണണോ മറ്റൊരു കലാരൂപമായി കാണണോ എന്നതാണ് പ്രശ്നം. ഒരു ഗദ്യകൃതി പരിഭാഷപ്പെടുത്തുന്ന ലാഘവത്തോടു കൂടി നാടക പരിഭാഷ നടത്താൻ പറ്റില്ല. നാടകങ്ങൾ രണ്ട് രീതിയിലാണ് വരുന്നത്: ചരിത്ര നാടകങ്ങൾ, സാമൂഹ്യ നാടകങ്ങൾ എന്നിങ്ങനെ. നാടകത്തിൻ്റെ ക്രിയയും പശ്ചാത്തലവും സംസ്കാരവുമെല്ലാം സംഭാഷണം കൊണ്ട് മാത്രമാണ് ആവിഷ്കരിക്കുന്നത്. അതായത് ഭാഷയുടെ യഥാർത്ഥ തനത് ആവിഷ്കാരം നാടകത്തിലാണ് പ്രധാനമായും ദൃശ്യമാകുന്നത്. നാടകത്തിലെ ഏതൊരു വസ്തുതയും സംഭാഷണം കൊണ്ട് മാത്രമേ പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വിവർത്തകൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. നാടകത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ജീവിതവുമായി അതിലെ ഭാഷ ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്ര നാടകങ്ങളിൽ ആ നാടിൻ്റെ പ്രാചീന ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഷാപദങ്ങളാണ് കാണുന്നത്. തത്തുല്യമായ ലക്ഷ്യഭാഷാപദങ്ങൾ അതേ കാലഘട്ടത്തിലെ ലക്ഷ്യഭാഷയിൽ നിന്ന് കണ്ടെത്തേണ്ടി വരുന്നു. സ്ഥല വ്യക്തിനാമങ്ങൾ അതേപടി തന്നെ നിലനിർത്തേണ്ടി വരുമ്പോഴുള്ള അപരിചിതത്വം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. സംസ്കൃത നാടകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് പ്രാകൃതം എന്നൊരു ഭാഷയിലാണ്. അപ്പോൾ വിവർത്തകൻ 3 ഭാഷകളിൽ പ്രാവീണ്യം നേടിയെടുക്കണം. സാമൂഹിക നാടകങ്ങളിൽ നാടകത്തിൻ്റെ സാംസ്കാരിക തലമനുസരിച്ചിട്ടുള്ള ഭാഷാഭേദങ്ങൾ, ഭൂമിശാസ്ത്രപരമായ ഭാഷാ വ്യത്യാസങ്ങൾ, സ്ത്രീ പുരുഷ ഭേദമനുസരിച്ചിട്ടുള്ള ഭാഷയിലെ വൈവിധ്യങ്ങൾ തുടങ്ങിയവയെല്ലാം പുനരവതരിപ്പിക്കുക ക്ലേശകരമാണ്. ടി മുഹമ്മദിൻ്റെ നാടകങ്ങളിൽ കാണുന്ന കോഴിക്കോടൻ ഗ്രാമപശ്ചാത്തലം മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ തത്തുല്യമായ സംഭാഷണ ഭാഷ കണ്ടെത്തുന്നത് പ്രയാസം അനുഭവപ്പെടും. വാക്യത്തിന് പകരം വാക്യം പകർത്തി വെച്ചാൽ പോരാ, അത് മൂലഭാഷയിലേതുപോലെ ശക്തമായ ആശയ സംപ്രേഷണം ചെയ്യുന്നവയായിരിക്കണം. ഹാസ്യം വിവർത്തനം ചെയ്യുന്നതിലും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്കൃതത്തിൽ നിന്ന് ധാരാളം നാടകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അഭിജ്ഞാനശാകുന്തളം ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്തിട്ടുള്ളത് മലയാള ഭാഷയിലാണ്. ഷേക്സ്പിയർ, ഇബ്സൺ, ബർണാഡ് ഷാ, കാളിദാസൻ, വാസൻ, ഭവഭൂതി ഇങ്ങനെ നിരവധി വിശ്വപ്രസിദ്ധരായ നാടകകൃത്തുക്കളുടെ നാടകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്.